ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്. എന്താ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്? അതായത് ഇപ്പോൾ നമ്മൾ ഇതിനെ പറയുന്നത് ഇറ്റ്സ് എ ബ്ലോക്കിംഗ് ടൈം എന്നാണ്. ഇതിൽ മെയിൻലി പറയുന്നത് ടൈം കൺട്രോളിനെ കുറിച്ചിട്ടാണ്. നമ്മളൊരു റിയാക്റ്റീവ് പേഴ്സൺ, നോട്ടിഫിക്കേഷൻ, കോൾസ്, ഇമെയിൽസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ക്യൂരിയസ് റിയാക്റ്റ് ചെയ്യുന്ന ആൾ. അതുപോലെ തന്നെ ഡിസ്ട്രാക്റ്റഡ് പേഴ്സൺ, ഇൻട്രപ്റ്റഡ് പേഴ്സൺ, ഒരുപാട് ടാസ്ക് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. ലൈക്ക് വീട്ടമ്മ, ബിസിനസ് പേഴ്സൺ, അതുപോലെ തന്നെ മൾട്ടി ടാസ്കിങ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, ഒരേ 2-3 ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ തന്നെ 2-3 കോഴ്സ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ എഗെയിൻ വീട്ടമ്മൊക്കെ ആണെങ്കിൽ തന്നെ എന്താ കുട്ടികളെ നോക്കണം, എന്തെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, വീട്ടു ജോലികൾ ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്കാണ് ഈ ടൈം ബ്ലോക്കിംഗ് മെത്തേഡിൻ്റെ ആവശ്യകത വരുന്നത്. ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് എന്താണ് പറയുന്നത്? അതായത് നമ്മൾ ടൈമിനെ ഡിഫറെൻറ്റ് ബ്ലോക്സ് ആക്കിയിട്ട് മാറ്റുക. നമ്മൾ പറഞ്ഞു മൾട്ടി ടാസ്കിങ്, അല്ലെങ്കിൽ ഇതുപോലെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഇൻട്രപ്റ്റഡ് പേഴ്സൺസ്, ബിസിനസ് പേഴ്സൺസ്, വീട്ടമ്മ, അതുപോലത്തെ ആളുകൾക്കൊക്കെ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര മെസ്സി ആയിട്ട് ഒട്ടും ഡിസിപ്ലിൻ അല്ലാതെ പോകുന്ന ആളുകളായിട്ടുണ്ടാവും. അപ്പം അവർക്ക് ടൈമിനെ ബ്ലോക്ക് ചെയ്തിട്ട് ഓരോ ടൈമിലും ഓരോ ടാസ്ക് വെക്കുക. അതായത് സ്പെസിഫിക് ടൈമിൽ സ്പെസിഫിക് ടാസ്ക് ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ടൈമിനെ ഓരോ ബ്ലോക്കായി മാറ്റുക, ഓരോ ബ്ലോക്കിനും ഓരോ ടാസ്ക് നൽകുക. അതായത് നമ്മൾ എപ്പോഴും ഓരോ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ നമ്മളെ ഷെഡ്യൂൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതായത് വേറെ ഒരുപാട് കാര്യങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ വിചാരിക്കണം. അതായത് എക്സ്പെക്റ്റഡ് ടു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പെക്റ്റഡ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ ടൈം ബ്ലോക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരു വർക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനും അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാർ അവിടെ ഇവിടെയും തൊടാതായിരിക്കും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു വർക്ക് കംപ്ലീറ്റ്ലി അയാൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതുപോലെ തന്നെ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കത് മോർ പ്രൊഡക്റ്റീവ് ആവും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ ഒരു ടൈം ബ്ലോക്ക് വെച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൽ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ വരുന്ന കോൾസ്, മെസ്സേജ്, ഇമെയിൽസ് ഇതൊന്നും നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചെയ്യാതെ തന്നെ ആ ഒരു ഇപ്പോൾ 1 hour ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ആ 1 hour കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത കാര്യത്തിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ടൈം ബ്ലോക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈവൻ ടൈം ബ്ലോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ അന്ന് രാത്രി നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾക്കൊരു അന്നത്തെ ദിവസം നടന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവും. ഈവൻ നമ്മൾ അന്ന് എന്തൊക്കെ ചെയ്തു, അല്ലെങ്കിൽ ഇന്നത്തെ ടൈം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മോർ പ്രൊഡക്റ്റീവ് ആയിരുന്നോ ഇന്നത്തെ ദിവസം എന്ന് നമുക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടൈം ബ്ലോക്ക് മെത്തേഡ് യൂസ് ചെയ്യുന്ന ആൾക്ക് പറ്റും. അതുപോലെ തന്നെ നമുക്കൊക്കെ അറിയാം എലോൺ മസ്ക് ആരാണ്. ഇയാൾ അറിയുന്നത് ബില്യണയറാണ്, അതുപോലെ തന്നെ എൻ്റർപ്രണറാണ്, ഒരു എൻജിനീയറാണ്. എഐയുടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് തന്നെ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് അയാളുടെ ഓരോ കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിള്, സ്പേസ് ട്രാവല്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൊക്കെ അദ്ദേഹത്തിന് ഒരു മെയിൻ ഡൊണേഷൻ തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേജർ കമ്പനീസ് എന്ന് പറയുന്നത് ടെസ്ല, ന്യൂറോലിങ്ക്, സ്പേസ് എക്സ്, ബോറിംഗ് കമ്പനി, XAI, ഇതിൻ്റെയൊക്കെ ഫൗണ്ടറാണ് എലൺ മസ്ക്. അദ്ദേഹം ടൈം വേസ്റ്റ് ചെയ്യില്ലായിരുന്നു. അതുപോലെ തന്നെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ അദ്ദേഹം എലിമിനേറ്റ് ചെയ്യും. മൈക്രോ ഷെഡ്യൂളിംഗ് ആണ് അദ്ദേഹം മെയിൻലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു കാര്യത്തിൽ അദ്ദേഹം ഡീപ്പായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ടൈം ഷെഡ്യൂൾ എങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ മൺഡേ ടു ഫ്രൈഡേ, അതിൽ മൺഡേ ആൻഡ് ഫ്രൈഡേ ടെസ്ലയുടെ കൂടെയും, അതുപോലെ തന്നെ ട്യൂസ്ഡേ ആൻഡ് വെനസ്ഡേ സ്പേസ് എക്സിൻ്റെ കൂടെയും, ട്യൂസ്ഡേ ന്യൂറോലിങ്ക്, ദ ബോറിംഗ് കമ്പനിക്കൊക്കെ വേണ്ടിയിട്ടാണ് അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അദ്ദേഹം അതായത് ലോങ് മീറ്റിങ്സ്, ലോങ് ഇമെയിൽസ്, അങ്ങനെയുള്ള വാട്സപ്പ് മെസ്സേജൊക്കെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ ഇമെയിൽസാണ് അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം 6 hour സ്ലീപ്പ് അദ്ദേഹം
ഒട്ടും ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം കംപ്ലീറ്റ്ലി ആ ഒരു 6 ഹവർ സ്ലീപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ടും അദ്ദേഹം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമ്മൾ എലോൺ മസ്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അപ്പോൾ എലോൺ മസ്ക് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മെത്തേഡാണ് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ടൈം ബ്ലോക്കിനെ നമ്മൾ ഓരോ ബ്ലോക്കാക്കി മാറ്റുക, ടൈമിനെ ബ്ലോക്കാക്കുക, എന്നിട്ട് ഓരോ ബ്ലോക്കിലും ഓരോ സ്പെസിഫിക് ടാസ്ക് കൊടുക്കുക. ഇതാണ് ടൈം ബ്ലോക്കിംഗ് മെത്തേഡ്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ ടൈം ബ്ലോക്കിംഗ് മെത്തേഡിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പോൾ മെയിൻലി വീട്ടമ്മമാർക്കും അതുപോലെ ബിസിനസ് പേഴ്സൺ, മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെയാണ് ഈ ടൈം ബ്ലോക്കിംഗ് മെത്തേഡ് യൂസ് ആവുന്നത്. അതായത് നമുക്ക് ഒട്ടും ടൈമിനെ വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ ടൈമിനെ മോർ പ്രൊഡക്റ്റീവ് ആക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ടൈം ബ്ലോക്കിംഗ് മെത്തേഡിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് മോർ പ്രൊഡക്റ്റീവായിട്ട് ടൈമിന് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ ട്രൈ ചെയ്യാം. അപ്പോൾ താങ്ക് യു എവരി വൺ. ആൻഡ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. വെൽനസ് ജേണിയുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും